നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിൽ വലിയ രീതിയിൽ തന്നെ ഭീകരവാദ പ്രവർത്തനത്തിന് ആസൂത്രണം ചെയ്ത ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്. ഇവരുടെ ഒരു രാഷ്ട്രീയ മുഖമായിട്ടുള്ള SDP അത് പൂർണ്ണമായിട്ടും ഭീകരവാദ സംഘടനകളുടെ അല്ലെങ്കിൽ ഭീകരവാദ സംവിധാന പ്രവർത്തനത്തിനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നുള്ള നിലയിലേക്കുള്ള പ്രസ്താവന തന്നെയാണ് കഴിഞ്ഞ ദിവസം ED പറഞ്ഞിരിക്കുന്നത്. ED പുറത്തുവിട്ട റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ PFIയും നിരോധിക്കപ്പെട്ട PFIയും SDP രണ്ടും രണ്ടല്ല ഒന്നാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിനോടകം തന്നെ SDP ദേശീയ അധ്യക്ഷനായിട്ടുള്ള MK ഫൈസിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ED. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതുപോലെയുള്ള ഭീകരവാദ പ്രവർത്തനത്തിന് വലിയ രീതിയിൽ തന്നെ നേതൃത്വം നൽകുന്ന ആളുകളെ ഉത്തർപ്രദേശിലേക്ക് കൈമാറുന്ന രീതിയിലേക്കുള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനമെന്നുള്ളത് ഉത്തർപ്രദേശിൽ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി അക്രമ പരമ്പരകൾ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെയും SDP പ്രവർത്തകർ പല സ്ഥലങ്ങളിലായിട്ട് നടത്തിയിട്ടുണ്ട്. അതിൽ ഒരുപാട് നേതാക്കന്മാർ അറസ്റ്റിലായ സമയത്ത് അവർക്ക് ഇതുപോലെയുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായിട്ടുള്ള സാമ്പത്തികം ഒഴുക്കിയത് ഈ പറഞ്ഞ MK ഫൈസിയുടെ നേതൃത്വത്തിലുള്ള SDP ദേശീയ കാര്യകർത്താക്കളുടെ ഒരു പ്രവർത്തനം തന്നെയാണെന്നുള്ള റിപ്പോർട്ടാണ്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ SDP പോപ്പുലർ ഫ്രണ്ടിന്റെയും അറസ്റ്റിലായിട്ടുള്ള പ്രവർത്തകരെ MK ഫൈസി അടക്കമുള്ള പല ആളുകളെയും ഇപ്പോൾ ഈ ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലെ ജയിലുകളിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനത്തിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് NIA സംഘം. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുക, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ കീഴിലേക്കാണ് അല്ലെങ്കിൽ അവിടേക്കാണ് ചെല്ലുന്നത് എന്നുകൂടി നമ്മൾ ബോധ്യപ്പെടുക. എന്തായിരിക്കാം MK ഫൈസി അടക്കമുള്ള ആളുകളുടെ ഒരു ഗതി എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ട്. ഇവിടെ നമ്മുടെ കേരളത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇവിടെ CPMന്റെയും കോൺഗ്രസിന്റെയും വലിയ തരത്തിലുള്ള തണലിൽ ഇവിടെ വളർന്ന് പന്തലിച്ച SDP പോലെയുള്ള പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ രാജ്യത്തിന് അല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് ഇറങ്ങി കളി തുടങ്ങിയപ്പോഴാണ് യഥാർത്ഥത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾ ഇവരെന്താണെന്നുള്ളത് ബോധ്യപ്പെട്ടത്. അത് കർണാടകയിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പല സ്ഥലങ്ങളിലും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും അടക്കം പല പ്രദേശങ്ങളിലും ഈ SDP പ്രവർത്തനം വ്യാപിച്ച് പന്തലിച്ച് വളർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ എന്തുകൊണ്ട് വ്യാപിപ്പിക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഇത് വളർന്ന് പന്തലിക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഭീകരവാദ പ്രവർത്തനത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആളുകളെ കൂട്ടിയെടുക്കുക അല്ലെങ്കിൽ ഇവിടെ തകർന്നടിഞ്ഞു പോയ ഭീകരവാദ പ്രവർത്തനത്തിന്റെ പ്രവർത്തകരെ എല്ലാവരെയും ഒന്നിച്ച് ചേർക്കുക, ഇവരെ വലിയ തരത്തിൽ നേതൃനിരയിലേക്ക് കൊണ്ടുവരിക, അവർ വഴി ഒരുപാട് ചെറുപ്പക്കാരെ വഴിതെറ്റിച്ചുകൊണ്ട് ഈ ഭീകരവാദ സങ്കേതങ്ങളിലേക്ക് അല്ലെങ്കിൽ ഭീകരവാദ ഗ്രൂപ്പുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സേഫ് ആയിട്ടുള്ള പ്രവർത്തനം എന്നുള്ള രീതിയിലേക്കുള്ള പോപ്പുലർ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഇവരെല്ലാവരും. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച സമയത്ത് സ്വാഭാവികമായിട്ട് ഇവർക്ക് മറ്റു മാർഗങ്ങളിൽ അവർ SDP തന്നെ പോകും. SDP പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ PFIയുടെ പ്രവർത്തനം നിരോധിക്കാനുള്ള സാഹചര്യം ഏത് സമയത്തും ഉണ്ടാകും. അങ്ങനെ നിരോധിച്ചു കഴിഞ്ഞാൽ സിമി പോലെ ഉള്ള പ്രവർത്തനത്തിൽ അടുത്തൊരു സ്റ്റെപ്പായിട്ട് ഞങ്ങൾ വീണ്ടും ഒരു സംഘടന തുടങ്ങേണ്ടി വരുമോ എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് അവർ 2006 SDP തുടങ്ങുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു മുഖമായിട്ട്, ഒരു രാഷ്ട്രീയ മുഖമായിട്ട് ഈ SDP ആരംഭിക്കുന്നത്. അപ്പോൾ PFI 2023 നിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനോടകം തന്നെ കൃത്യമായിട്ട് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന പ്രവർത്തകർ ഈ SDP അംഗത്വം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ SDP വലിയ രീതിയിൽ സജീവമാകുന്ന ഒരു സാഹചര്യം കണ്ടു. കൂടാതെ നമ്മൾ ചിന്തിക്കുക, പല സംസ്ഥാനങ്ങളിലും SDP പഞ്ചായത്ത് തലത്തിലും അതോടൊപ്പം തന്നെ MLA സ്ഥാനാർത്ഥികളൊക്കെ ആയിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം പലപ്പോഴായിട്ട് നിർത്തിയിട്ടുണ്ട്. കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകയിൽ SDP ഭരിക്കുന്ന പഞ്ചായത്ത് പോലും ഉണ്ടെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ട് മാത്രമേ നമ്മൾക്ക് തോന്നൂ. അപ്പോൾ ഇതുപോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ കൂടുതൽ ഫണ്ട് പിരിച്ചുകൊണ്ട് ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് വലിയ രീതിയിൽ തന്നെ ഒരു പ്രവർത്തന സംവിധാനം ഒരുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ വിദേശ ശക്തികളുടെ ഒരു സ്വാധീനമുണ്ടെന്നുള്ളത് കൂടി തെളിഞ്ഞിട്ടുണ്ട്. ഒരു തർക്കവുമില്ല. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് അടക്കം അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള പല ഈ ജിഹാദി സംവിധാനത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആളുകൾ എല്ലാവരും തന്നെ അവിടെ വിദേശ രാജ്യങ്ങളിൽ സൗദി, ഖത്തർ അതോടൊപ്പം തന്നെ UAE പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വലിയ രീതിയിൽ ഫണ്ട് ശേഖരിച്ചുകൊണ്ട് ഇവിടെ ജയിലിൽ കിടക്കുന്ന ഭീകരവാദികളെ അടക്കം പുറത്തിറക്കാൻ വേണ്ടി നിരന്തരമായിട്ട് ശ്രമിച്ചു. ഇപ്പൊ നമ്മൾക്കറിയാം 2022 സെപ്റ്റംബർ മാസം 28-ാം തീയതിയാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത്. ഇവരുടെ നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു കാര്യം ബോധ്യമാകും. ഇവരുടെ നേതാക്കന്മാർ അകത്ത് പോയ ഉടൻ തന്നെ ഒരാഴ്ചക്ക് ഉള്ളിലാണ് ഈ PFI നിരോധിക്കുന്നത്. ഈ നേതാക്കന്മാർ അറസ്റ്റിലായ സമയത്ത് തന്നെ കേരളത്തിൽ ഇവരൊരു ബന്ദ് നടത്തിയിരുന്നു. ഈ ബന്ദ് നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 കോടിയിൽ പരം രൂപയുടെ സർക്കാരിന്റെ സ്വത്തുവകകളാണ് ഇവരടിച്ച് തകർത്ത് നശിപ്പിച്ച് നാറാണക്കല്ലാക്കിയത്. ഇത് നശിപ്പിച്ച് കളഞ്ഞപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് 5,25,00,000 രൂപ ഇവിടെ കെട്ടിവെക്കാതെ ഒരുത്തനും ജാമ്യം കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പോ
PFIയുടെ നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫുള്ള് ബാൻ ചെയ്തു. അതിൽ നിന്ന് ₹1 എടുക്കാനായിട്ട് PFIക്കാർക്ക് പറ്റുന്നില്ല. അകത്തായ PFIയുടെ നേതാക്കന്മാർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പക്ഷെ പുറത്തു നിൽക്കുന്ന രണ്ടാം നിര നേതാക്കന്മാരെല്ലാവരും ഇതിന്റെ സാമ്പത്തിക സ്വരൂപണമെല്ലാം കൃത്യമാക്കി നടത്തി മുന്നോട്ട് പോകാനുള്ള തീരുമാനമായപ്പോഴാണ് ആദ്യത്തെ ഘട്ടം ഈ പറയുന്ന ബാങ്ക് ബാലൻസ് അത് തൊടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. കൂട്ടത്തിൽ ഇവർക്ക് അടുത്തൊരു സ്റ്റെപ്പ് ചെയ്യാനുള്ളത് പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സാമ്പത്തികം ഇങ്ങോട്ട് എത്തിക്കുക. ഇന്ത്യയിൽ നിന്ന് ₹1 ഈ PFI നേതാക്കന്മാരുടെ പോക്കറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ പണം കൊടുക്കുന്ന ആളുടെ ഗതി അധോഗതിയായിരിക്കും എന്നതിൽ തർക്കമില്ല. അത്രത്തോളം വാച്ചിങ് ആണ് NIAയും അല്ലെങ്കിൽ മറ്റ് ഏജൻസികളും ഈ ഭീകരവാദ ഗ്രൂപ്പുകളെ, ഇവരുടെ നേതാക്കന്മാരെ എല്ലാ രീതിയിലും ഇവരെ കൃത്യമായിട്ട് നോക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കോടതിയിൽ കെട്ടാനായിട്ട് ഈ ₹5 കോടി എവിടെ നിന്ന് കൊടുക്കും എന്നുള്ളത് നോക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുക വിദേശ രാജ്യങ്ങളിൽ നിന്ന് വലിയ തരത്തിൽ ഇതുപോലെ ഫണ്ട് ശേഖരിച്ചുകൊണ്ട് ഈ ഭീകരവാദികളെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. ഈ ശ്രമം നടത്തിയത് തന്നെയാണ് ആദ്യത്തെ ഘട്ടം മുതൽക്കേ തന്നെ കേന്ദ്ര ഏജൻസികൾ നോക്കി നിന്നത്. ഇതിന് നേതൃത്വം കൊടുത്ത ആളാണ് MK ഫൈസി. ഇതിന് നേതൃത്വം കൊടുത്ത് തന്നെയാണ് രാജ്യത്തിന്റെ അകത്ത് വലിയ തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനത്തിൽ PFI നിരോധനത്തിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇവന്മാർ ശ്രമിച്ചത്. ഇപ്പൊ മാർച്ച് മാസത്തിൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബില്ല് പാസ്സാക്കാൻ പോവുകയാണ്. അത് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഏത് ഭൂമി കണ്ടാലും ഇത് വഖഫാണെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ പേരിൽ സ്വന്തമാക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള നിയമ സംവിധാനങ്ങൾ കോൺഗ്രസ് സർക്കാർ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇവർക്ക് തീരെഴുതി കൊടുത്തിട്ടുണ്ട്. ഈ തീരെഴുതി കൊടുത്തതിന്റെ ഭാഗമായിട്ട് സ്വസ്ഥത എന്ന് പറയുന്ന സംഭവം രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കാത്ത തരത്തിലേക്ക് ക്രൂരമായിട്ടുള്ള ഒരു ജിഹാദി ചിന്താഗതിയോട് കൂടിയിട്ട് ഇവര് ഈ ബോർഡിനെ മുന്നോട്ട് കൊണ്ടുപോയി. അതിനെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് കൂച്ചുവിലങ്ങിട്ടുകൊണ്ട് ഒരു കാര്യം നടപ്പിലാക്കാൻ പോകുന്നത്. ഒരു സംശയവുമില്ല, മാർച്ച് മാസത്തിൽ ഇവിടെ വഖഫ് ബില്ല് എന്ന് പറയുന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ പുതുതായിട്ട് പുതുക്കി പണിതുകൊണ്ട് ഒരു ബില്ല് പാസ്സാക്കുന്ന ഒരവസ്ഥ. ഇതോടുകൂടി വഖഫ് ബോർഡിന്റെ യഥാർത്ഥത്തിലുള്ള ശക്തി നഷ്ടപ്പെടുന്നു. അവരുടെ ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾ ഇനി ഈ രാജ്യത്ത് ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് മാറ്റിമറിക്കുന്നു. ഇതോടുകൂടി വഖഫ് ബോർഡ് പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നു. ഇത് നടപ്പിലാക്കുമ്പോൾ ഈ വഖഫ് ബില്ല് പാർലമെന്റിൽ പാസ്സാക്കുന്ന സമയത്തോട് അനുബന്ധിച്ച് പൂർണ്ണമായിട്ടും ഒരു വിഷയം ഇവിടെ നടപ്പിലാക്കാനായിട്ട് SDP ശ്രമിച്ചിട്ടുണ്ട്. അത് വർഗീയ കലാപങ്ങൾ, സംഘർഷങ്ങളാണ്. പൗരത്വ ഭേദഗതി ബില്ല് ഇവിടെ രാജ്യത്ത് പാർലമെന്റിൽ പാസ്സാക്കിയ സമയത്ത് രാജ്യവ്യാപകമായിട്ട് സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ഇവർ നോക്കി. ദില്ലി കലാപം ഉണ്ടാക്കി, മംഗലാപുരം കലാപം ഉണ്ടാക്കി, രാജ്യത്ത് വിവിധ റെയിൽവേ സ്റ്റേഷനുകൾ ആക്രമിച്ചു. പശ്ചിമ ബംഗാളിൽ മാത്രം 56 റെയിൽവേ സ്റ്റേഷനുകളാണ് ഇവർ ആക്രമിച്ചത്. അപ്പൊ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പ്രവർത്തിച്ച SDP എന്ന് പറയുന്ന സംഘടനയുടെ തലവൻ, ഈ തലവനാണ് ഈ നിരോധനത്തിന് ശേഷവും വലിയ തരത്തിൽ സാമ്പത്തികം ശേഖരിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇയാളെ അവസാനമായിട്ട് ഇപ്പോൾ ചെയ്യാൻ പോകുന്ന പണി എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലെ ജയിലിലേക്ക് അങ്ങോട്ട് മാറ്റുകയാണ്. ഗാസിയാബാദിലെ ജയിലിലേക്ക് മാറ്റുന്നതോടുകൂടി ഒരു കാര്യം വ്യക്തമാകും, യോഗി ആദിത്യനാഥിന്റെ കൈകളിലേക്ക് ഇയാൾ നേരെ ചെന്നെത്തുന്നതാണ്. അവിടുത്തെ കുറെ കേസുകൾ ഇവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിയാനുണ്ട്. അവിടെ സാമ്പത്തികം കൊടുത്തുകൊണ്ട് അവിടെ ജിഹാദികളെ തെരുവിലിറക്കിയത് ഇയാളാണെന്നുള്ളതിലും തർക്കമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഭീകരവാദ തലവനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമത്തിലേക്ക് UP സർക്കാരും മാറാൻ പോവുകയാണ്. അപ്പോൾ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ജിഹാദികൾക്ക് വളരെ വലിയ രീതിയിൽ സമ്മാനങ്ങൾ ലഭിക്കുന്നതായിരിക്കും എന്നുള്ളതിൽ തർക്കമില്ല.